അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ വളരെ കൂടുതലായി പറഞ്ഞിട്ടുള്ളത്. തിരുകേശം മദീനയുടെ സമ്മാനം എന്ന് പറയുന്ന AP-യുടെ മകന്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് സനദ് പ്രകാരം തന്നെ ലഭിച്ചതാണ് എന്ന്, ഏകദേശം അതിന്റെ സനദ് എന്താണ് എന്നുള്ള സൂചനകൾ അതൊക്കെ നൽകിക്കൊണ്ട് സനദ് ഉണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഷെഹറെ മുബാറക്ക് ചരിത്രവും മഹത്വവും എന്ന അവരുടെ പുസ്തകം, ആ പുസ്തകത്തിലും തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശരിയായ സനദിലൂടെ കൈവന്ന തിരുകേശം ആണിത്. സനദിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെയും വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനവും ശക്തിയും സനദ് കൊണ്ടാണ് ലഭിക്കുന്നത് എന്ന് അവർ തന്നെ ഇറക്കിവിട്ട പുസ്തകം. അപ്പോഴൊക്കെ സനദ് വേണം, ഇതിന് സനദുണ്ട് എന്ന തരത്തിലാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ആ സമയത്ത് നാം ചോദിച്ച ഒരു ചോദ്യം, എന്നാൽ ഈ പറയുന്ന സനദ് എവിടെ, ആ സനദ് ഏതാണ്, ഇതല്ലേ നാം ചോദിച്ചത്. ഇതിനിടയിൽ പാവപ്പെട്ട ജനങ്ങളെ വട്ടം കറക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഒരുപാട് തവണ ആവർത്തിച്ച കാര്യം പിന്നെയും പറയേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഈ വിഷയം പറയുമ്പോൾ അവരെ പ്രത്യേകമായ ശൈലി, നേരത്തെ സത്താർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവർ ഓരോ വ്യക്തികളെയും തെറി പറയും. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പ്രബോധനം തീരെ ദഹിക്കാതെ വന്നപ്പോൾ അവരെ ഒരുപാട് ആളുകൾ ദേഷ്യം പിടിച്ചു, ചീത്ത പറഞ്ഞു, വിമർശിച്ചു, പരിഹസിച്ചൊക്കെ ചെയ്തു. നബി തങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് പോയി പരിഹസിക്കാൻ പോയോ? അതിന് പോയിട്ടില്ലല്ലോ. ഇതിൽ നിന്നൊരു കാര്യം ബോധ്യമാണ്, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ പരിഹസിക്കാൻ ഇവർ തയ്യാറാകുന്നത് ഇവരെ കയ്യിൽ സത്യം ഇല്ലാത്തത് കൊണ്ടാണത്. അവരെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ ആ സത്യം തുറന്നു പറഞ്ഞാൽ പോലെ. സനദ് എവിടെ? ഇതാ സനദ്, ഒന്ന് വായിക്കൂ, അവിടെ വായിക്കാം. നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യില്ലേ, ആ ചർച്ച ചെയ്യാം. എന്നിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ചരിത്രം ലോകത്തില്ലേ, നമുക്ക് പറയാലോ, അതല്ലേ വേണ്ടത്. അതിന് പകരം ആളെ പരിഹസിച്ചിട്ട് കളിയാക്കിയിരുന്ന കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് ഇവർ ഇത് ചെയ്തിങ്ങനെ നടക്കുക എന്നല്ലാതെ, കാളമ്പാടി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആ പ്രായമുള്ള ഉസ്താദിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ആ വീട്ടുമുറ്റത്തേക്ക് ഓട്ടോറിക്ഷ വരെ പോകില്ലെന്ന് എനിക്കറിയാം. എന്നാലും ദൂരത്ത് വണ്ടിയൊക്കെ നടന്നു പോയിട്ട് ഉസ്താദിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നമ്മളെല്ലാവരും തയ്യാറാവല്. വളരെ അത്യാവശ്യമായി സംസാരിക്കേണ്ടത് പോകാൻ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് മറ്റാരോടെങ്കിലും സംസാരിച്ച് ഉസ്താദ് പറയാനേ പറയുള്ളൂ. തിരുസേസ്ഥാനെ വിളിക്കണമെങ്കിൽ ഫോണിൽ വിളിക്കാൻ പ്രയാസമല്ലേ, അപ്പൊ പിന്നെ ഡ്രൈവറെ വിളിച്ച് പറയും ഉസ്താദ് ഇങ്ങനെ കാര്യം പറയണ്ടോ എന്ന് പറയും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കുരുത്തം കെട്ട മക്കൾ ഇടയ്ക്കൊക്കെ പാതിരാ സമയത്തൊക്കെ ചെറുശ്ശേരി ഉസ്താദിനെ, കാളമ്പാടി ഉസ്താദിനെ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ട് തെറി പറയാം. ഇവരിതാണ് ചെയ്യുന്നത്. ഒരു നേതാവ് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരമാണിത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന അവരാണല്ലോ അവരെ എല്ലാം താജുൽ ഉലമയാണല്ലോ അല്ലേ. ആ കിരീടത്തിന്റെ വലിപ്പമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതേ സമയത്ത് ആ താജ് തന്നെ ഇവിടെ തെറി പറയുന്ന ഒരു ശൈലി വേണമെങ്കിൽ നിങ്ങൾ കേട്ടോ. അയാളെ തെറി പറയുന്ന ഒരു രീതി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന ഇവര്, ആ പറയുന്ന ആളുകൾ അവരെ നാവിൽ നിന്ന് കേൾക്കുന്നതല്ലേ പ്രവർത്തകന്മാർ സ്വീകരിക്കുക. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെയാണ് മംബറത്ത് ബാബ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് ശൈഖുന പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് മഹാരഥന്മാരാകുന്ന ആളുകൾ ആരെയാണോ ഇവിടെ പിൻപറ്റുന്നത് അവരെ അനുകരിക്കുന്നു. എന്നാൽ AP വിഭാഗത്തിന്റെ ആളുകൾക്ക് പിൻപറ്റാൻ AP ആണ്, അല്ലെങ്കിൽ ഉള്ളാൾ തങ്ങളാണ്. നമ്മളെ നേതാക്കന്മാരെ ചീത്ത വിളിച്ചിട്ട് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് അവസാനം അവർ പറഞ്ഞ കട്ടേതിന് നമ്മൾ നേതാക്കന്മാർ പറഞ്ഞ വാക്ക് മാത്രം പെട്ടെന്ന് കേൾക്കും മനുഷ്യന്മാരെന്തായി പോകും, തരിച്ചു പോകുന്ന അവസ്ഥയിൽ. അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ എടുത്തു പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. AP-യെ കുറിച്ച് അറിയുന്ന ആളുകൾ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ഇപ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്കറിയാലോ. ബുഖാരിയിലൊക്കെ അദ്ദേഹത്തിന്റെ നാവിലൂടെ വരുന്ന ചില ഇബാറത്തുകളൊക്കെ ഇമാം ബുഖാരി തങ്ങൾ ഉപയോഗിച്ചതല്ല എന്നല്ല, സ്വാലിഹീങ്ങൾ ആരും ഉപയോഗിച്ചതല്ല. വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം ദേശത്തിന്റെ ഭാഗമായി പറയും. നമുക്കറിയാം, അവരെ നേതാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം, ആ ഒരു വിഭാഗം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ പരിഹസിക്കുന്നു, ഫോൺ ചെയ്ത് വിമർശിക്കുന്നു, തെറി പ്രഭാഷണം നടത്തുന്നു. അതിൽ അത്ഭുതമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചവരോട്
ആ സംഘടിപ്പിച്ച പരിപാടികൾക്ക് അനുമതി കൊടുത്തവരോട് അനുമതി കൊടുക്കാതെ നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് മൗനം പാലിച്ചവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ നേതാക്കന്മാരായി നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ അനുയായികൾ, ആ അനുയായികളുടെ സ്വഭാവം, അവരെ സംസ്കാരം, അവരെ ജീവിത രീതി വഴിവിട്ടു പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് നിങ്ങൾ ഒരു കോച്ചിങ് നൽകിയിട്ട് നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവണം. ഈ വിധത്തിൽ നിങ്ങൾ വിമർശനങ്ങൾ നടത്തി അള്ളാഹുവിന്റെ ദീന് വികലമാക്കുന്നതിന് പകരം ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയണം, അല്ലെങ്കിൽ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാന്യമായി രാജിവെച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. ഇതാ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം, ഒന്ന് സനദ് വേണമെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ പിന്നെ അവർ പറയുന്നു സനദ് വേണം എന്നതിന് എവിടെയാണ് സനദ്? ഇപ്പൊ ചോദിക്കുക, സനദ് വേണം എന്നതിന് എവിടെയാണ് സനദ്? എന്നിട്ട് നജീബ് മൗലവിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന് അബദ്ധത്തിലോ അദ്ദേഹത്തിന്റെ ഒരു കഷ്ടകാലത്തിലോ പറഞ്ഞു പോയത്, ആ പറഞ്ഞു പോയത് അടർത്തിയെടുത്തിട്ട് നജീബ് മൗലവി എന്നാണോ പ്രസംഗിച്ചത് അതിനുശേഷം പിന്നെ എ പി വിഭാഗത്തിലെ ലൈനട് മാറി. പിന്നെ സനദ് ചോദിക്കാൻ പാടില്ല, സനദ് ചോദിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർക്കില്ലാത്തൊരു പുതിയ വാദം നജീബ് മൗലവിയുടെ പ്രസംഗത്തിന് ശേഷം ഇവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ആദ്യം ഇവരൊക്കെ എഴുതി വെച്ചത് എവിടെ പോയി? ഇതിന് സനദ് ചോദിക്കാൻ പാടില്ല. അവസാനം ബിദ്അത്തിലേക്കാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരെ, ഈ പ്രവർത്തകന്മാരെ അവർ എഴുതി തള്ളുന്നത്. കാരണം എന്താണ്? നമ്മൾ സനദ് ചോദിക്കുന്നു, അത് കാരണമാണ്. ഒരു മിനിമം സനദ് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന സാധാരണ പ്രവർത്തകന്മാർക്ക് മുമ്പിൽ ഒരു മാന്യമായൊരു ചോദ്യം എന്താണത്? ഒരാൾ മുടിയുമായി വന്നാൽ ഇത് നബി തങ്ങളെ മുടിയാണ് എന്ന് പറയുമ്പോൾ ആണോ അല്ലേ എന്ന് സ്ഥിരപ്പെടാൻ എന്താണ് മാർഗം? ആ മിനിമം മാർഗമെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു സത്യസന്ധനാകുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കണം. ഇക്ബാൽ ജാലിയ വാലയെ നിങ്ങൾക്ക് തന്നെ സമ്മതം ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിക്ക് വലിയ കൊട്ടിഘോഷമൊന്നുമില്ലാതെ കുറച്ചു കാലം കൊണ്ട് നടന്നിട്ട് എന്തേ നിങ്ങൾ ഹസ്രജിയെ തേടി പിടിച്ചത്? ആ കഥകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ ഹസ്രജിയെ നിങ്ങൾ പിടിക്കാൻ കാരണം പേര് കേട്ടാലെങ്കിലും സാധാരണ ജനങ്ങളൊന്ന് വിശ്വസിക്കണം എന്നല്ലേ, വേറൊന്നുമല്ലല്ലോ. ഹസ്രജി എന്നൊക്കെ പറഞ്ഞാൽ, ഔസ് ഹസ്രജി എന്നൊക്കെ പറഞ്ഞാൽ, അൻസ്വാരികൾപ്പെട്ട സ്വഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവിടെ പഴയ കാലത്തെ കേട്ടു പരിചയമുള്ള ഒരു സ്വീകാര്യതയുള്ള ഒരു നാമങ്ങളാണ്. പക്ഷേ അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സ്വഹാബികളാണെങ്കിൽ അതിലൂടെ കടന്നു വന്ന ആ കുടുംബത്തിലെ ഇങ്ങേ തലയിലുള്ള ബിസിനസ്സുകാരെ, ഇങ്ങേ തലയിലുള്ള കച്ചവടക്കാരെ, ആ കച്ചവടക്കാർ നിങ്ങൾ ആ തലയിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അൻസ്വാരികളെ ദേഷ്യം പിടിക്കുക എന്നുള്ളത് അത് കുഫറാണ്, അവരെ സ്നേഹിക്കലാണ് ഈമാൻ എന്നൊക്കെ പറയുമ്പോൾ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത കുട്ടികളെ കരുതുന്നത് ഇന്നത്തെ ഹസ്രജിയെ സ്നേഹിക്കൽ ഈമാനാണ്, അദ്ദേഹത്തോട് ദേഷ്യം വെക്കൽ കുഫറാണ് എന്ന് ധരിക്കണം. അതിനാണല്ലോ പറഞ്ഞത്. ആ രൂപത്തിൽ ഇക്ബാൽ ജാലിയ വാലിനെ പറ്റി പറഞ്ഞാൽ ആരാണ് ഈ വാലന്റെ ബാപ്പ ആരാണ്, വാലന്റെ മകൻ ആരാണ്, രണ്ടും തിരിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മോശപ്പെട്ടതാണ് മധ്യത്തിലുള്ളത് ജനങ്ങൾക്ക് തിരിയും. അതുകൊണ്ട് അത് പറയാതെ പോയത്. എന്നിട്ട് ഹസ്രജി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി തന്നെയാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നു. പക്ഷേ നേരത്തെ ഇസ്മായിൽ സഖാഫി ഈ വാദങ്ങൾ ഇവിടെ കൊടുമ്പിരിക്കൊണ്ട് ആ തുടക്കത്തിലെ ഒരിക്കൽ പ്രഭാഷണത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണോ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ സൂചന കൊടുത്തതാണോ അല്ലാഹു അലം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി അന്ന് പറഞ്ഞിരുന്നു, സനദ് എ പിക്ക് ഹസ്രജ് അല്ല കൊടുക്കേണ്ടത്, ഹസ്രജിക്ക് എ പി ആണ് കൊടുക്കേണ്ടത്. സനദ് ഇപ്പൊ അടുക്കെത്തിയില്ലേ, ഇപ്പോൾ അവിടേക്ക് എത്തിയില്ലേ. ഇനി ഹസ്രജി ഒന്നേ പറയാൻ ബാക്കിയുള്ളൂ, ആ പാവം എ പി എന്നെ പറ്റിച്ചതാണ്, അതുകൂടെ പറയാൻ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ രൂപത്തിൽ വന്ന ഇവർ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ളത് ഈ സമൂഹം തിരിച്ചറിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദം ഇവിടെ അവസാനിപ്പിക്കണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ആളുകൾ മഹാനാകുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളോട് മാന്യമായ അപേക്ഷ നടത്തി, തങ്ങളെ നിങ്ങൾ ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണം, അവസാനിപ്പിക്കണം, അല്ലേ? ഇന്നലെ പറഞ്ഞല്ലോ. എന്നിട്ട് തങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു.
മർക്കസിൽ ഖസ്റജ് മുടി കൈമാറി